നമസ്കാരം, എല്ലാവർക്കും സുബർ സാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി അടിപൊളി ഒരു ക്വസ്റ്റൻ ആണ് ഫ്രം ടാൻജൻസ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ മിക്കതും ഫിഗറിനെ ബേസ് ചെയ്താണ്. ചിലത് നമുക്ക് വരച്ച് ചെയ്യേണ്ടി വരും, ചിലത് അവർ തരും, ബാക്കി നമ്മൾ ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ പോലെയൊക്കെ ഉണ്ടാവുന്ന ക്വസ്റ്റൻ ആണ്. ഇതൊക്കെയാണ് എക്സാമിന് വരുന്നത്. ഇവനെയൊക്കെ പഠിച്ചോണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാത്സിനെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് പഠിച്ച് ഏറ്റവും നന്നായിട്ട് നമുക്ക് +1 +2 ഒക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്, അതിനോടൊപ്പം തന്നെ അതിന്റെ നോട്ട്സ്, പിന്നെ നമ്മുടെ ഒരു ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പാക്കേജ്. ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനും ആൻസറോടെ നിങ്ങൾക്ക് തരുന്ന ഒരു പാക്കേജ് ആണ്. ജോയിൻ ചെയ്യാം. താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആകെ ഇത്രമേ ഉള്ളൂ, ആകെ ഉള്ളത്. ഓക്കെ, വേറെമേ ഒത്തുമില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് പഠിക്കാം. മോനെ, ഇത് നോക്കിക്കേ, ഇതൊറ്റ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഫിഗർ ഉണ്ട്, സെക്കൻഡ് ഫിഗർ ഉണ്ട്. ഈ ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില അളവുകളൊക്കെ തന്നിട്ടുണ്ട്, സെക്കൻഡ് ഫിഗറിൽ ചില അളവുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫൈനലി ഫൈൻഡ് പി സി ഇൻ സെക്കൻഡ് ഫിഗർ. ഈ സെക്കൻഡ് ഫിഗറിലെ പി സിയെ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ഫിഗറിൽ പി സി ഉണ്ട്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ രണ്ടും ഒരേ അളവിലുള്ള സർക്കിൾസുകളാണ് കേട്ടോ. മീൻസ് ഒരേ റേഡിയസ് ഉള്ള സർക്കിളാണ്. ഈ വര എന്ന് പറഞ്ഞ ഒറ്റ വര തന്നെയാണ്, പക്ഷെ ഒരെണ്ണം നീട്ടി വരച്ചേക്കുന്നു, ഒരെണ്ണം ചെറുതാക്കി വരച്ചേക്കുന്നു. ഓക്കെ, ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു 4 സെന്റിമീറ്റർ മാറിയാണ്. ഇത് എത്ര മോനെ? 5 സെന്റിമീറ്റർ. ആ ലൈൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ഇവിടം വരെ ഉള്ളൂ, മറ്റേ 1 സെന്റിമീറ്റർ കൂട്ടി വരച്ചേക്കുന്നു. അപ്പൊ ഇത് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഓർമ്മിപ്പിച്ചത്. ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഫിഗറിൽ നിന്നും യൂസ് ചെയ്താണ് ഇവിടെ എത്താൻ. നമുക്കറിയാം ഈ ഫിഗർ കണ്ടാൽ ഒരൊറ്റ റിസൾട്ട് ആണ്. ഏത് റിസൾട്ടാണ് നമുക്ക് ഈ ഫിഗർ കണ്ടാൽ ഓർക്കേണ്ടത്? PA × PB = PC². ദാറ്റ്സ് ഓൾ. ഓക്കെ, PA × PB, PA × PB = PC². ഇതാണ് നമ്മൾ ഈ റിസൾട്ട് കണ്ടാൽ ആദ്യം ഓർക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ഫിഗർ കണ്ടാലും സെക്കൻഡ് ഫിഗർ കണ്ടാലും അതേ ഉള്ളൂ. ഇപ്പൊ ഈ ഫിഗർ കണ്ടാൽ ഇവനെ അങ്ങോട്ട് തുടങ്ങണം. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. PA × PB = PC². ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എല്ലാം അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, ആർക്ക് കൊടുക്കാൻ പറ്റുന്ന? PA ഉണ്ടോ നോക്കിക്കോ. ഉണ്ടല്ലോ, കൊടുക്കാം. 4. PB ഇല്ല. ഓക്കെ, ഇത്രയും മിസ്സിങ് അല്ലേ? ഇതില്ല. അതുകൊണ്ട് നമുക്ക് PB എത്ര എന്ന് പറയാൻ പറ്റുമോ? വേണ്ട, PB അതേപോലെ ഇട്ടേക്കാം. = PC². Here PC is 6. That is PC² is 6². That is 4 PB = 36. Therefore, PB is equal to 36 divided by 9. 36 divided by 9 എന്ന് പറയുമ്പോൾ എത്ര? 4. ആൻസർ is 9. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ നിന്നും നമുക്ക് PB കിട്ടി. ഓക്കെ, PB എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 9. നമുക്കറിയാം ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര തന്നിരിക്കുന്നത്? 4 അല്ലേ മോനെ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുണ്ട് ഈ പാർട്ട് എത്ര ആയിരിക്കും? ആ ഇടയ്ക്കത്തെ പാർട്ട് എത്ര ആയിരിക്കും? ടോട്ടൽ 9 ആണ് ഇപ്പൊ കിട്ടിയത്. PB ടോട്ടൽ അതിനുള്ളിൽ ഇത്രയും 4 പോയി, ബാക്കി എത്ര ആയിരിക്കും മോനെ? ഇത് 5 അല്ലേ പറ്റൂ. ടോട്ടൽ 9 ആവുമ്പോൾ ഇവിടെ 4 പോയി കഴിഞ്ഞാൽ ബാക്കി 9 - 4 5. ഓക്കെ, അപ്പൊ ആ 5 എന്നുള്ളതിനെ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത. കാരണം ഞാൻ പറഞ്ഞു ഈ 2 ലൈൻസുകളും സെയിം ആണ്. ഇതൊരെണ്ണം ഇങ്ങോട്ട് ഇച്ചിരി കൂട്ടി വരച്ചേക്കുന്നുള്ളൂ. കാരണം ഇവിടെ 4 ഉള്ളായിരുന്നു, ഇവിടെ എത്രയാണ്? അവരെ 5 വരച്ച് ഇച്ചിരി നീട്ടി വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതേ ലൈൻ തന്നെ. എന്നിട്ടാണ് ഇങ്ങോട്ട് ജോയിൻ ചെയ്തേക്കുന്നത്. അന്നേരം ഈ നീളം മാറും. ഈ നീളമല്ല ഇത്. കാരണം ഇതിപ്പം 4 സെന്റിമീറ്റർ വെച്ചുകൊണ്ട് വരച്ചതാണ്. ഇത് 5 സെന്റിമീറ്റർ വെച്ചുകൊണ്ട് നീട് വരുമ്പോൾ ഈ നീളം മാറും. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 5 കിട്ടി. ഈ കിട്ടിയ 5 ഉണ്ടല്ലോ, 5 കിട്ടി. ഇനി നമുക്ക് പിന്നെയും ഈ റിസൾട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് PA × PB = PC². വാട്ട് ഈസ് PA? എളുപ്പം പറ. 5. വാട്ട് ഈസ് PB? PB എത്ര? PB എന്ന് പറഞ്ഞാൽ PB എത്രയും ഇത് 5, ഇത് 5. ടോട്ടൽ എത്ര മോനെ? 10. ഓക്കെ, = PC². ദാറ്റ് ഈസ് 50 = PC². Therefore PC = √50. ഓക്കെ, തീർന്നു. ഇത്രേ ഉള്ളായിരുന്നു. നല്ല ചോദ്യമായിരുന്നു. നല്ല രസകരമായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. വേണമെങ്കിൽ 50 നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കേട്ടോ, അല്ലാതെ ചെയ്യണ്ട കേട്ടോ. 25 × 2 = 50 എഴുതാം. 25 √5, ദാറ്റ് ഈസ് 5√2. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് നിർത്തിയാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ കുട്ടി ക്ലാസ്സുകൾ വരും. ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ, എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പോസ്റ്റ് ചെയ്യാം.
അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.